നമസ്കാരം. ഓം ഓം കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം 13-ാം സർഗത്തിലെ 55 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. അഗസ്ത്യ മഹർഷി ശ്രീരാമനോട് അവിടെ വസിക്കാൻ ഉപദേശിക്കുന്നു. അദ്ദേഹത്തോടു കൂടി ആ പ്രദേശത്ത് താമസിക്കാൻ നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ രാക്ഷസന്മാരുടെ ശല്യം മുനിമാർക്കുള്ളത് കൊണ്ട് അവരെ രാക്ഷസന്മാരിൽ നിന്നും രക്ഷിക്കണമെന്നും അപേക്ഷിക്കുന്നു. അപ്പോൾ രാമൻ ഞങ്ങൾക്ക് ഒരു വാസസ്ഥലം പ്രത്യേകമായി നിർദ്ദേശിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. വെള്ളം ധാരാളമുള്ളതായ ഒരു സ്ഥലം, പാർക്കാൻ പറ്റിയ ഒരു പ്രദേശം കാട്ടിത്തരണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ അഗസ്ത്യ മഹർഷി പ്രതിവചിക്കുന്നത് ഫലമൂലങ്ങളും ജലങ്ങളും ധാരാളമായിട്ടുള്ള മൃഗങ്ങളും ധാരാളമായിട്ടുള്ള പഞ്ചവടി എന്ന വിസ്തൃതമായ സ്ഥലമാണ് താമസിക്കാൻ ഏറ്റവും യോഗ്യമായ സ്ഥലമെന്ന് അറിയിക്കുന്നു. അവിടെ ആശ്രമം കെട്ടി അങ്ങയുടെ പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് അവിടെ താമസിക്കാൻ അപേക്ഷിക്കുന്നു മുനി. അതുപോലെ എല്ലാ വൃത്താന്തവും, രാമൻ എന്തിനാണ് കാട്ടിൽ വന്നതെന്നും ദശരഥൻ ഇങ്ങനെ ഒരു വരം കൊടുത്തതിൻ്റെ കാരണമെന്തെന്നുമൊക്കെ തപപ്രഭാവത്താൽ മനസ്സിലാക്കിയിരിക്കുന്നുവെന്ന് ഋഷി അറിയിക്കുന്നു. അതുപോലെ രാമൻ്റെ ഹൃദയത്തിലുള്ള വിചാരങ്ങളും ഉദ്ദേശവുമെല്ലാം തപശക്തി കൊണ്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് മുനി അറിയിക്കുന്നു. പിന്നീട് എന്താണ് മുനി രാമനോട് സംഭാഷണത്തിലൂടെ അറിയിക്കുന്നതെന്ന് നോക്കാം. ശ്ലോകം 56. അതച്ഛത്വാമഹം ബ്രൂമി ഗച്ഛ പഞ്ചവടീമിതി സഹി രമ്യോ വനോദ്ദേശോ മൈഥിലി തത്ര രംസ്യതേ. അതുകൊണ്ടാണ് പഞ്ചവടിയിലേക്ക് പോവുക എന്ന് നിർദ്ദേശിക്കുന്നത്. ആ വനപ്രദേശം രമ്യമാണ്, മൈഥിലിക്കും ഇഷ്ടപ്പെടും. ശ്ലോകം 57. സദേശശ്ലാഘനീയച്ഛ നാദിദൂരേ ച രാഘവ ഗോദാവര്യാ സമീപേ ച മൈഥിലി തത്ര രംസ്യതേ. ശ്ലാഘനീയമായ ആ സ്ഥലം ഏറെ ദൂരത്തല്ല, ഗോദാവരിയുടെ തീരത്തുള്ള ആ പ്രദേശത്ത് മൈഥിലി സന്തോഷവതി ആയിരിക്കും. ശ്ലോകം 58. പ്രാജ്യമൂലഫലൈക്ഷൈവ നാനാദ്വിജഗണൈര്യുതഃ വിവിക്തച്ഛ മഹാബാഹോ പുണ്യോ രമ്യസ്തഥൈവ ച. ധാരാളം ഫലമൂലങ്ങളുള്ളതും നാനാ പക്ഷിഗണങ്ങളോടു കൂടിയതും ഏകാന്ത ശാന്തതയുള്ളതുമായ ആ സ്ഥലം മനോഹരമാണ്. ശ്ലോകം 59. ഭവാനപി സദാചാരഃ ശക്തച്ഛ പരിരക്ഷണേ അപി ഛാത്രവസൻ രാമ താപസാൻ പാലയിഷ്യതി. സദാചാരനിരതനും പരിരക്ഷണത്തിൽ ശക്തനുമായ അങ്ങ് അവിടെ വസിച്ച് താപസരെ പാലിക്കുക. ശ്ലോകം 60.
ഏതദാ ലക്ഷ്യതേ വീര മധൂകാനാം മഹാവനം ഉത്തരേണാസ്യ ഗന്തവ്യം നിഗ്രോധം അഭിഗച്ഛത. ഇരിപ്പമരങ്ങളുടെ ഒരു വലിയ കാട് അതാ കാണുന്നു. അതിൻ്റെ വടക്ക് വഴിയായി പോയാൽ ഒരു വലിയ പേരാലിനരികിൽ എത്തും. ശ്ലോകം 61. തതസ്ഥലം ഉപാരുഹ്യ പർവതസ്യാവിദൂരതഃ ഖ്യാത പഞ്ചവടീത്യേവ നിത്യപുഷ്പിതകാനനഃ. അവിടെ നിന്ന് തെല്ലുയർന്ന സ്ഥലത്തേക്ക് കയറിയാൽ മലയുടെ സമീപത്ത് കാണുന്നതാണ് പഞ്ചവടി എന്ന ഖ്യാതമായ നിത്യപുഷ്പിത വനം. ശ്ലോകം 62. അഗസ്ത്യേനൈവ മുക്തസ്തു രാമ സൗമിത്രിണാ സഹ സത്കൃത്യാ മന്ത്രയാമാസ തം ഋഷിം സത്യവാദിനം. ഇങ്ങനെ മഹർഷി പറഞ്ഞപ്പോൾ രാമൻ സൗമിത്രിയോടുകൂടി സത്യവാദിയായ മഹർഷിയെ പൂജിച്ച് വിട ചോദിച്ചു. ശ്ലോകം 63. തൗ തു തേനാഭ്യനുജ്ഞാതൗ കൃതപാദാഭിവന്ദനൗ തമാശ്രമം പഞ്ചവടിം ജന്മതു സഹസീതയാ. അവർ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ നമസ്കരിച്ച് യാത്രാനുമതി വാങ്ങി സീതയോടുകൂടി പഞ്ചവടിയിലേക്ക് യാത്രയായി. 13-ാം സർഗത്തിലെ അവസാനത്തെ ശ്ലോകം, 64-ാമത്തെ ശ്ലോകം. ഗൃഹീത ചാപൗ തു നരാധിപാത്മജൗ വിഷക്തതൂണീസമരേഷ്വകാതരൗ യഥോ പ്രതിഷ്ഠേന യഥാ മഹർഷിണ പ്രജന്മതു പഞ്ചവടിം സമാഹിതൗ. 64-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ധനുസ്സുകൾ രണ്ടും സ്വീകരിച്ചവരും രണ്ടാവനാഴികൾ ബന്ധിച്ചവരും യുദ്ധത്തിൽ പിന്തിരിയാത്തവരുമായ ആ നരാധിപ പുത്രന്മാർ രണ്ടുപേരും മഹർഷി ഉപദേശിച്ചു കൊടുത്തതുപോലെ നിർഭയരായി പഞ്ചവടിയിലേക്ക് ഗമിച്ചു. സർഗം 13 സമാപിച്ചു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.